ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 2026 T20 ലോകകപ്പ് ഒരു അഗ്നിപരീക്ഷയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ചില മത്സരങ്ങളിൽ തപ്പിത്തടഞ്ഞെങ്കിലും സൂപ്പർ എട്ടിലെത്തിയതോടെ ഇന്ത്യയുടെ ലക്ഷ്യം കിരീടം മാത്രമാണ്. ഞായറാഴ്ച നടക്കുന്ന ആദ്യ മത്സരത്തിൽ കരുത്തരായ ദക്ഷിണാഫ്രിക്കയെയാണ് ഇന്ത്യ നേരിടുന്നത്. സെമിഫൈനൽ സാധ്യതകൾ സജീവമായി നിലനിർത്താൻ ഈ മത്സരത്തിലെ വിജയം അനിവാര്യമാണ്. എന്നാൽ ടീം സെലക്ഷനിലെ ചില പാളിച്ചകൾ പരിഹരിക്കാതെ ദക്ഷിണാഫ്രിക്കയെ പോലൊരു വമ്പൻ നിരയെ മറികടക്കുക എളുപ്പമാകില്ല. ഈ ലോകകപ്പിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ടോപ്പ് ഓർഡറിലെ റൺ വരൾച്ചയാണ്. യുവതാരം അഭിഷേക് ശർമ്മയിൽ വലിയ പ്രതീക്ഷയാണ് ടീം മാനേജ്മെന്റ് അർപ്പിച്ചിരുന്നത്. എന്നാൽ ടൂർണമെന്റിൽ ഇതുവരെ കളിച്ച 3 മത്സരങ്ങളിലും റൺസ് ഒന്നും എടുക്കാനാവാതെ 0-ന് പുറത്തായ അഭിഷേക് വലിയ നിരാശയാണ് സമ്മാനിച്ചത്. പവർ പ്ലേ ഓവറുകളിൽ അതിവേഗം റൺസ് കണ്ടെത്താൻ നിയോഗിക്കപ്പെട്ട താരം പരാജയപ്പെടുന്നത് ടീമിന്റെ മൊത്തം പ്രകടനത്തെ ബാധിക്കുന്നു. ഇവിടെയാണ് സഞ്ജു സാംസൺ എന്ന പേരിന് പ്രസക്തിയേറുന്നത്. നമീബിയക്കെതിരായ മത്സരത്തിൽ മാത്രം അവസരം ലഭിച്ച സഞ്ജു വെറും 8 പന്തിൽ നിന്ന് 22 റൺസ് എടുത്ത് തന്റെ പ്രഹരശേഷി തെളിയിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കൻ ബൌളർമാരെ നേരിടുന്നതിൽ സഞ്ജുവിന് മികച്ച ട്രാക്ക് റെക്കോർഡുമുണ്ട്. പേസിനെയും സ്പിന്നിനെയും ഒരുപോലെ നേരിടാൻ കെൽപ്പുള്ള സഞ്ജുവിനെ ഓപ്പണിംഗിലോ അല്ലെങ്കിൽ 3-ാം നമ്പറിലോ ഇറക്കുന്നത് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയ്ക്ക് സ്ഥിരത നൽകും. ബാറ്റിംഗ് നിരയിൽ നിലവിൽ ഇന്ത്യക്ക് ആശ്വസിക്കാൻ വക നൽകുന്നത് ഇഷാൻ കിഷന്റെ ഫോമാണ്. 4 മത്സരങ്ങളിൽ നിന്ന് 176 റൺസുമായി ടൂർണമെന്റിലെ റൺവേട്ടക്കാരിൽ 3-ാം സ്ഥാനത്താണ് ഈ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. കൃത്യമായ ഇടവേളകളിൽ ബൗണ്ടറികൾ കണ്ടെത്താനും ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. സൂപ്പർ എട്ടിലും താരത്തിന്റെ ബാറ്റിംഗ് തന്നെയാകും ഇന്ത്യയുടെ പവർ പ്ലേയിലെ പ്രധാന ആയുധം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടത് 3-ാം നമ്പറിലെ മെല്ലെപ്പോക്കിന്റെ പേരിലാണ്. തിലക് വർമ്മയുടെ ബാറ്റിംഗ് ശൈലി T20 ഫോർമാറ്റിന് അനുയോജ്യമായ വേഗതയിലല്ല എന്ന ആക്ഷേപം ശക്തമാണ്. 120-ന് താഴെയുള്ള സ്ട്രൈക്ക് റേറ്റിൽ തിലക് ബാറ്റ് ചെയ്യുന്നത് മധ്യനിരയിലെ ബാറ്റ്സ്മാൻമാർക്ക് വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നു. എന്നിരുന്നാലും ഒരു ഇടങ്കയൻ ബാറ്റ്സ്മാൻ എന്ന നിലയിലും പാർട്ട് ടൈം ബൌളർ എന്ന നിലയിലും തിലക് വർമ്മയ്ക്കും ടീം മാനേജ്മെന്റ് ഇനിയും അവസരങ്ങൾ നൽകാനാണ് സാധ്യത. എന്നാൽ സഞ്ജു സാംസൺ ടീമിലെത്തിയാൽ സഞ്ജുവിനെ ഓപ്പണിംഗിലോ 3-ാം നമ്പറിലോ പരീക്ഷിക്കാൻ ടീം തയ്യാറായേക്കും. ഇന്ത്യയുടെ യഥാർത്ഥ കരുത്ത് മധ്യനിരയിലാണ്. ലോക 1-ാം നമ്പർ T20 ബാറ്റ്സ്മാൻ സൂര്യകുമാർ യാദവ് ഏത് സാഹചര്യത്തിലും സ്കോർ ചെയ്യാൻ പ്രാപ്തനാണ്. അദ്ദേഹത്തിനൊപ്പം വൈസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയുടെ ഓൾറൗണ്ട് പ്രകടനവും ഇന്ത്യക്ക് കരുത്താകുന്നു. നിർണായക ഘട്ടങ്ങളിൽ വിക്കറ്റുകൾ വീഴ്ത്താനും അവസാന ഓവറുകളിൽ തകർത്തടിക്കാനും ഹർദിക്കിന് കഴിയുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി നേടിയ ശിവൻ ദുബെയും ഫോമിലേക്ക് തിരിച്ചെത്തിയത് ഇന്ത്യക്ക് ആശ്വാസമാണ്. സ്പിന്നർമാർക്കെതിരെ താരം നടത്തുന്ന കടന്നാക്രമണം ദക്ഷിണാഫ്രിക്കൻ നിരയിലെ കേശവ് മഹാരാജിനെയും ഷംസിയെയും നേരിടാൻ സഹായിക്കും. അവസാന ഓവറുകളിൽ റൺസ് അടിച്ചുകൂട്ടാൻ റിങ്കു സിംഗിനോളം വിശ്വസ്തനായ മറ്റൊരു താരമില്ല. സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാതെ സിക്സറുകൾ പായിക്കാനുള്ള റിങ്കുവിന്റെ കഴിവ് പലതവണ ഇന്ത്യയെ തുണച്ചിട്ടുണ്ട്. ഫിനിഷർ റോളിൽ റിങ്കുവിന് കൃത്യമായി പിന്തുണ നൽകാൻ ഹർദിക്കിനും അക്സർ പട്ടേലിനും സാധിച്ചാൽ ഇന്ത്യക്ക് വലിയ സ്കോറുകൾ കെട്ടിപ്പടുക്കാൻ കഴിയും. ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിരയെ തളയ്ക്കാൻ ഇന്ത്യ ബൌളിംഗിൽ ചില മാറ്റങ്ങൾ വരുത്തിയേക്കും. വാഷിംഗ്ടൺ സുന്ദറിന് പകരം അക്സർ പട്ടേൽ ടീമിലെത്താൻ സാധ്യതയുണ്ട്. കരീബിയൻ പിച്ചുകളിൽ അക്സറിന്റെ കൃത്യതയാർന്ന ഇടങ്കൈൻ സ്പിന്നും വാലറ്റത്തെ ബാറ്റിംഗും ഇന്ത്യക്ക് മുതൽക്കൂട്ടാകും. ജസ്പ്രീത് ബുംറ എന്ന ലോകോത്തര ബൌളറുടെ സാന്നിധ്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ധൈര്യം. അദ്ദേഹത്തിന് പിന്തുണയുമായി ഇടങ്കൈൻ പേസർ അർഷ്ദീപ് സിംഗും മുഹമ്മദ് സിറാജും ഉണ്ടാകും. ഡെത്ത് ഓവറുകളിൽ ബുംറയുടെ യോർക്കറുകൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് വെല്ലുവിളിയാകും. ടൂർണമെന്റിലെ എക്സ് ഫാക്ടർ മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന്റെ പന്തുകൾ റീഡ് ചെയ്യുന്നതിൽ ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാൻമാർക്ക് പ്രയാസം നേരിടാൻ സാധ്യതയുണ്ട്. ദക്ഷിണാഫ്രിക്ക നിലവിൽ മികച്ച ഫോമിലാണ്. ഡീകോക്ക്, എയ്ഡൻ, ക്ലാസൻ, ഡേവിഡ് മില്ലർ എന്നിവരടങ്ങുന്ന ബാറ്റിംഗ് നിര ലോകത്തിലെ ഏത് ബൌളിംഗ് നിരയും തകർക്കാൻ ശേഷിയുള്ളവരാണ്. റബാഡ നയിക്കുന്ന പേസ് നിരയും ഫോമിലാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിലെ വിക്കറ്റുകൾ വീഴ്ത്തി ദക്ഷിണാഫ്രിക്കയെ സമ്മർദ്ദത്തിലാക്കുക എന്നതാകും പ്രധാന തന്ത്രം. 2026 T20 ലോകകപ്പിലെ ഇന്ത്യയുടെ വിധി നിർണ്ണയിക്കുന്ന പോരാട്ടങ്ങളിൽ ഒന്നായിരിക്കും ഞായറാഴ്ചത്തേത്. സഞ്ജു സാംസണെ പോലൊരു മാച്ച് വിന്നറെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് ഇന്ത്യയുടെ ആക്രമണ ശൈലിക്ക് പുതിയൊരു വേഗത നൽകും. പരീക്ഷണങ്ങൾക്കും വാശികൾക്കും അപ്പുറം ടീമിന്റെ വിജയത്തിനായി ഏറ്റവും മികച്ച ഇലവനെ അണിനിരത്താൻ ഇന്ത്യ ടീമിന് കഴിയണം. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് കിരീടത്തിലേക്കുള്ള പാത സുഗമമായിരിക്കും.